കണ്ണൂർ സർവകലാശാലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വനിതാ കോളേജിലും തോട്ടട SN കോളേജിലും സംഘർഷം. വനിതാ കോളേജ് യൂണിയൻ UDSF പിടിച്ചപ്പോൾ SN കോളേജിൽ SFI ആധിപത്യം തുടർന്നു. കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിൽ KSU MSF സഖ്യമാണ് വിജയിച്ചത്. ആഹ്ലാദ പ്രകടനം ആരംഭിക്കുന്നതിനിടെയാണ് പുറത്തുനിന്ന് എത്തിയ UDSF SFI പ്രവർത്തകർ തമ്മിൽ കൊമ്പുകോർത്തത്. പരസ്പരം അടിയും നടന്നു. കോളേജ് യൂണിയൻ നഷ്ടപ്പെട്ടതിന്റെ വിരോധത്തിൽ SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് KSU MSF നേതാക്കൾ ആരോപിച്ചു. മണ്ഡലം MSF ജനറൽ സെക്രട്ടറി സൽമാൻ അബ്ദുറസാഖിനെ SFIക്കാർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായും നേതാക്കൾ പറഞ്ഞു. പരാജയത്തിൽ വിളറിപൂണ്ട് SFI അക്രമം അഴിച്ചുവിട്ടതായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ആരോപിച്ചു. തോട്ടട SN കോളേജിൽ SFI വലിയ വിജയമാണ് നേടിയത്. വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിന് ഒരുങ്ങവെയാണ് കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും അടിയും തുടങ്ങിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. സംഘർഷം പരിധിവിട്ടപ്പോൾ പോലീസിന് ലാത്തി വീശേണ്ടിയും വന്നു. സംഘർഷത്തിൽ KSU മുൻ ചെയർമാൻ ലിബിന് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥലത്ത് തടിച്ചുകൂടിയ പ്രവർത്തകരെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.